ഹായ് മക്കളെ, ക്ലാസ് 12 CBSE ഫിസിക്സ് പഠിക്കുന്ന ഓരോ കുട്ടിയുടെയും വലിയ സംശയമാണ്, പരീക്ഷയ്ക്ക് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയാൽ മതിയോ? അങ്ങനെ PYQs മാത്രം പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിക്ക് ഏറ്റവും മികച്ച മാർക്ക് ബോർഡ് എക്സാമിന് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതിനൊരൊറ്റ വാക്കിൽ നമുക്ക് വേണമെങ്കിൽ മറുപടി പറയാം. ആ മറുപടി ഇങ്ങനെയായിരിക്കും: ഇല്ല. കാരണം ഒരു കാരണവശാലും നിങ്ങളുടെ ചോദ്യ പേപ്പർ നിങ്ങൾ അവസാനത്തെ ഒരു 5-6 വർഷത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ PYQs മാത്രം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതോ ഈവൻ പാസ്സാവാൻ സാധിക്കുന്നതോ ആയ ചോദ്യ പേപ്പർ അല്ല. PYQs പഠിച്ചാൽ മാർക്ക് കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നതായിരിക്കും അടുത്തൊരു സംശയം. മക്കളെ, PYQs പ്രാക്ടീസ് ചെയ്യണ്ട എന്നതോ അല്ലെങ്കിൽ അത് പഠിക്കണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യരുത്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരുടെ അവസാനത്തെ 5-6 വർഷത്തെ PYQs ഒന്ന് എടുത്തു വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ സിംപ്ലി ഒന്ന് അനലൈസ് ചെയ്യുക, എത്രത്തോളം ചോദ്യങ്ങളാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. അത് വളരെ 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 കുറവ് മാത്രമാണ്. ഒരു സ്റ്റേറ്റ് ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പറും CBSE ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അത് തന്നെയാണ്. അവിടെ ഓൾമോസ്റ്റ് ഒരു 5-6 വർഷത്തെ PYQs കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് 90% അല്ലെങ്കിൽ അതിന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫിസിക്സിൽ ഒരു കാരണവശാലും PYQs മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. PYQസിനപ്പുറം ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നതായിരിക്കും അടുത്ത ചോദ്യം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്. നിങ്ങൾക്കൊരു ചാപ്റ്ററിലെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അതൊരിക്കലും NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസസിലോ എക്സാമ്പിൾസിലോ ഒതുക്കാൻ സാധിക്കില്ല, PYQസിൽ ഒതുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആക്സസിബിൾ ആയ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതെന്താണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം എന്നായിരിക്കും അടുത്ത സംശയം. മക്കളെ, ഈ കഴിഞ്ഞ അല്ലെങ്കിൽ അതിന് മുൻപത്തെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സീനിയേഴ്സിനോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എഴുതിയ ബോർഡ് എക്സാമിൽ ഏറ്റവും നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയ ചോദ്യ പേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണുമടച്ച് ഒരൊറ്റ ഉത്തരമേ പറയത്തുള്ളൂ: അത് നമ്മുടെ ഫിസിക്സ് തന്നെയാണ്. കാരണം അത്രത്തോളം സ്റ്റാൻഡേർഡ് കൂടിയ, റിപ്പീറ്റ് ചെയ്യാത്ത, പുതിയ രീതിയിലുള്ള ഇൻഡയറക്റ്റും കോൺസെപ്റ്റ് ഓറിയന്റഡുമായ ചോദ്യങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ ചോദ്യ പേപ്പറുകൾ കണ്ടുവരാറുള്ളത്. സോ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനെല്ലാം ഉപരിയായിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആ പറയുന്ന ടോപ്പിക്കിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അതായത് ഞാൻ എന്നും പറയാറുള്ളതാണ് ആപ്പിനകത്തുള്ള കുട്ടികളോട്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും അത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കേണ്ടതാണ്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് വരും, ഇതിനുത്തരം ഞാൻ പഠിച്ചിരിക്കും എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ 12th CBSE ഫിസിക്സിന് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത്തരമൊരു ചോദ്യ പേപ്പർ അല്ല നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഇത് നിങ്ങൾ ഓരോരുത്തരെയും ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ ഒന്നും അല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. മറിച്ച് റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയണം. അത് ഈ മൊമെന്റിലെങ്കിലും തിരിച്ചറിയണം. എക്സാമിന് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറാണ് എനിക്ക് കാത്തിരിപ്പുള്ളത്, ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നൊന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ മൊമെന്റിൽ തിരിച്ചറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറിച്ച് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത്യാവശ്യം സമയമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. സോ അത് മനസ്സിലാക്കി തന്നെ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന ബോർഡ് എക്സാമിനോടനുബന്ധിച്ച് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീർക്കാം, അല്ലെങ്കിൽ അതിനുശേഷം കൃത്യമായി എനിക്ക് പരീക്ഷ എഴുതാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഏതോ സിനിമയിൽ പറയുന്ന പോലെ അതിമോഹമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പെങ്കിലും ഹോൾ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞ ഈ 2-3 മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പറയുന്ന പഠിച്ച കോൺസെപ്റ്റുകളെല്ലാം റിവൈസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിനകത്ത് PYQs ഉറപ്പായും ഉണ്ടായിരിക്കണം. PYQs ഒഴിവാക്കാനല്ല പറയുന്നത്, PYQs ഉണ്ടായിരിക്കണം. NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. PYQs ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പാറ്റേൺ തിരിച്ചറിയാൻ സാധിക്കും. ഏതൊക്കെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരിക എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും. സോ അതെന്തായാലും വേണം. അതിനും അപ്പുറം ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ വർക്കൗട്ട് ചെയ്തേ തീരും. മറ്റൊരു കാര്യം പറയാനുള്ളത്, സാറേ എന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് പോയിട്ട് പാസ് മാർക്ക് പോലും ഉറപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഈ മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, മറ്റൊന്നും ആലോചിക്കാതെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ
നേടിയെടുക്കാവുന്നതാണ്. അഗ്നി ബാച്ചിനകത്ത് റെഗുലറായ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാം സീരീസും പേൾ വീഡിയോസും മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒട്ടും ലേറ്റ് ആക്കാൻ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാം. സോ ഗൈസ്, ഗംഭീരമായിട്ട് പഠിക്കാം. ഫിസിക്സിൽ ഏറ്റവും മികച്ച മാർക്ക് തന്നെ നേടിയെടുക്കാം. നമുക്ക് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഒപ്പം ഒന്ന് സ്മാർട്ട് വർക്ക് കൂടി ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.